നമസ്കാരം. നാടിന്റെ നാവുന്നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർ തുളസി. ഇന്ന് നമ്മൾ ഒരൊറ്റ വാർത്തയാണ് കൊടുക്കുന്നത്. ബാക്കി 12 വാർത്ത വേറെ ഉണ്ട്, എങ്കിലും നമ്മൾ ഇന്ന് ഒറ്റ വാർത്തയായിട്ടാണ് ചെയ്യുന്നത്. കാരണം അത് കുട്ടികളുടെ പരിപാടിയായതുകൊണ്ടാണ്. CPIയുടെ കുണ്ട്രം മണ്ഡലം കമ്മിറ്റി നടത്തിയ ബാലവേദി ക്യാമ്പാണ്, കുട്ടികളുടെ ക്യാമ്പാണ്. പക്ഷെ അതിനകത്ത് നമുക്ക് രസകരമായിട്ട് തോന്നിയൊരു കാര്യം, നമ്മൾ കുട്ടികളെ കുറിച്ചൊരു 2 ദിവസം മുമ്പാണ് നമ്മൾ പരിസ്ഥിതി ദിനം ആഘോഷിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട സാധനം പ്ലാസ്റ്റിക്കിനെ കുറിച്ചുള്ള ചർച്ചയായിരുന്നു. പക്ഷെ എങ്കിലും തുടർന്ന് വരുന്ന ഒന്നിലും നമ്മളത് അതിൻ്റെ പ്രായോഗികമായിട്ടുള്ളത് പിന്തുടർന്നു. ഇന്ന് കുട്ടികൾക്ക് പഠനോപകരണം ഒന്നുമില്ല, ഒരു ബുക്കും പേനയും കൊടുക്കുന്നതിനും ഒരു പ്ലാസ്റ്റിക് കവറിനകത്തിട്ട് കൊടുക്കുന്നു. ചായ കൊടുക്കുമ്പോഴത്തേക്ക് പേപ്പർ ഗ്ലാസ്സിൽ കൊടുക്കുന്നു. ഇതെല്ലാം വീണ്ടും തുടരുകയാണ്. പക്ഷെ അതിനകത്ത് ഈ ക്യാമ്പിൽ കണ്ട ഒരു വ്യത്യസ്തത, പരിപാടികളിലെ ക്ലാസ് എടുക്കാൻ വന്ന 2 പേര്, അന്ന് ഷാജിമോൻ അന്നേരം പറഞ്ഞത് നമ്മൾ ജീവനാണ് അഷ്ടമുടി, ജീവിക്കണം അഷ്ടമുടി. ആ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് പ്ലാസ്റ്റിക്കാണ് അതിൻ്റെ കാര്യം. അതുകൊണ്ട് കുട്ടികളുടെ കയ്യിലിരിക്കുന്ന എല്ലാം പ്ലാസ്റ്റിക് കവറുകൾ തിരിച്ചു മേടിക്കണം, കുട്ടികൾ ബുക്ക് കയ്യിൽ കൊണ്ടുപോകട്ടെ. പക്ഷെ അതിൻ്റെ സംഘാടകർ അന്നേരം തന്നെ കവറുകൾ തിരിച്ചു വാങ്ങിച്ചത് ഒരു നല്ല കാര്യം. അപ്പം ബോസ് സംസാരിച്ചപ്പോഴും മാനവികത വളരട്ടെ എന്നുള്ള അർത്ഥത്തിലാണ് സംസാരിച്ചത്. മജീഷ്യൻ RC ബോസ്, അവർ 2 പേരും കുട്ടികളോട് അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് വാർത്തയിലേക്ക് പോകാം. ലൈല ക്രിയേഷൻസ് കുണ്ടറയുടെ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങൾക്ക് ഒരു പുതിയ ഉണർവ് പകർന്നുകൊണ്ട് ഒരു വലിയ സാംസ്കാരിക ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന, അതിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് പല ഘട്ടങ്ങളിൽ പങ്കാളിയായിട്ടുണ്ട്. 18 സിനിമകൾ ഒരു മാസവും മുടങ്ങാതെ വ്യത്യസ്തമായ പ്രമേയങ്ങളിൽ പൂർത്തിയാക്കാൻ കഴിയുക എന്നുള്ളത് വളരെ അഭിമാനകരമായ ഒരു നേട്ടമാണ്. വ്യക്തിപരമായി ഈ സിനിമകളുടെ എല്ലാം പ്രദർശനത്തിൽ ഉണ്ടാകാൻ കഴിഞ്ഞു എന്ന ഒരു ഭാഗ്യവും എനിക്കുണ്ട്. 18ാമത്തെ സിനിമ ഞാൻ 3 മിനിറ്റ് ദൈർഘ്യത്തിൽ വളരെ മനോഹരമായി അത് പൂർത്തിയായിരിക്കുകയാണ്. തീർച്ചയായും ലൈല ക്രിയേഷൻസ് വളരെയധികം പ്രത്യേകതകൾ ഒരു സിനിമയിലോ സീരിയലിലോ നാടകത്തിലോ അഭിനയിച്ചിട്ട് പോലും ഇല്ലാത്ത ആളുകളെ അഭിനയിപ്പിക്കാൻ ധൈര്യം കാണിച്ച സംവിധായിക LT ധർമ്മ. ഇപ്പോൾ ആദ്യ സിനിമകളിലൊക്കെ അഭിനയിച്ച ആളുകൾ ഇരുത്തം വന്ന നടീനടന്മാരായിട്ടൊക്കെ മാറുന്ന ഒരു ചിത്രമാണ് ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. തീർച്ചയായും ഞാൻ എന്ന ഈ 3 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള മനോഹരമായ ഈ സിനിമയ്ക്കും ലൈല ക്രിയേഷൻസിൻ്റെ തുടർന്നുള്ള സിനിമകൾക്കും സാമൂഹിക സാംസ്കാരിക ചലച്ചിത്ര പ്രവർത്തനങ്ങൾക്കും എല്ലാ നന്മകളും വിജയങ്ങളും ഇതിൻ്റെ ഭാഗമാണ് ഈ കുടുംബത്തിലെ അംഗം എന്ന നിലയിൽ കൂടി ആശംസിക്കുന്നു. അമ്മേ, ഇതെങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. എന്റെ മരുമോൾക്കിത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം. അമ്മയ്ക്ക് എപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ് കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. കൊടിമാറ്റത്തിലെ ആശയമാറ്റം അപകടം. ഭാരതമെന്നാൽ മതേതരത്വത്തിന്റെയും മാനവികതയുടെ നാടാണെന്നും ഭാരതത്തെ പ്രതിനിധീകരിച്ച് കൊടിമാറ്റം നടത്തുന്നത് എതിർത്ത് തോൽപ്പിച്ചില്ലെങ്കിൽ അപകടമാണെന്ന് ബാലവേദി ക്യാമ്പ്. CPI കുണ്ടറ മണ്ഡലം ബാലവേദി ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് K ജഗദമ്മ ഉദ്ഘാടനം ചെയ്തു. ബാലവേദി കൺവീനർ മാസ്റ്റർ ശബരി അധ്യക്ഷത വഹിച്ചു. CWC ജില്ലാ ചെയർമാൻ സനൽ വെള്ളിമൺ, അഡ്വക്കേറ്റ് R സേവ്നാഥ്, R ഷംനാൽ, B ദിനേശ്, SD അഭിലാഷ്, വിഷ്ണു, ഫറൂഖ് നിസാർ, അദ്വൈത്, നിതീഷ്, ജെറോം എന്നിവർ സംസാരിച്ചു. മജീഷ്യൻ RC ബോസ്, TN ഷാജിമോൻ എന്നിവർ ക്ലാസുകൾ എടുത്തു. നമ്മുടെ സമൂഹത്തിൽ ചെലുത്തേണ്ടുന്ന ഊർജം മുഴുവൻ ചെലുത്തുന്നില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിന്റെ സാമൂഹിക അവസ്ഥ മാറ്റിമറിക്കുന്നതിൽ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ശക്തി, സൗന്ദര്യം ഒക്കെ നമ്മൾ തിരിച്ചറിയണം. പക്ഷേ എങ്ങനെയോ അത് അപ്പാടെ പോയിപ്പോയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു.
അതിനെ മാറ്റിമറിക്കാൻ ഇത്തരം സാഹചര്യങ്ങൾ വീണ്ടും ഒരുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇത് നിറയെ ചെറിയ കുട്ടികൾ, ഞാനൊരു 10-20 വയസ്സ് കഴിഞ്ഞ ആളുകളോട് സംസാരിക്കാറില്ല, മണ്ടയ്ക്ക് വളം വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഞാൻ കുട്ടികളോട് മാത്രം സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു ഇന്ത്യ ഉണ്ടാകും. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ ബ്രെയിനെ കഴുകി വൃത്തിയാക്കേണ്ടതുണ്ട്. ആ ബ്രെയിനെ കഴുകി വൃത്തിയാക്കേണ്ടുന്നത് ശരിയായ അറിവുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ മാജിക്കിലേക്ക് കിടക്കുമ്പോൾ പൂർണ്ണമായിട്ടും ചില പുതിയ ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരിക എന്നതാണ് എൻ്റെ ഉദ്ദേശം. ഓക്കെ, നിങ്ങൾ തയ്യാറാണോ? അതോ മോളുടെ കയ്യിലൂടെ കൊടുക്കും. ഇനി രണ്ടുപേരും കൂടി വലിച്ചു പൊട്ടിച്ചു പറ്റുമോ? പൊട്ടിക്കാൻ പറ്റുമോ? അല്ല, രണ്ട് സാധനം ഒളിപ്പിച്ചിട്ടുണ്ടോന്നോ? ഓരോ മൂലയും ചുറ്റി രണ്ടുപേരും. ഓരോ പേരെന്താ? വൈഷ്ണവ്. എത്രാം ക്ലാസ് പഠിക്കുന്നു? 9 പഠിക്കും. അവന് എന്നെ കൊല്ലാൻ കിട്ടുന്നതൊക്കെ കിട്ടുന്നത്. ഓക്കെ, തിരിച്ചു കൊണ്ടുവന്നു. മരണക്കെട്ടാ കിട്ടുന്നത്. വൈഷ്ണവ് എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് കെട്ടിയോ? വേണം, ഒന്നുകൂടെ കിട്ടിയോ? ഓക്കെ, കെട്ടിയോ? ഉറപ്പാണോ? കെട്ടിയോ? ഓക്കെ. ഇനി ഞാൻ ഈ കെട്ടി നടത്തുന്ന രക്ഷപ്പെടണമെങ്കിൽ ഉദ്ദേശം എത്ര സമയം വേണ്ടി? 10 മിനിറ്റ്. ഓക്കെ, ആ 10 മിനിറ്റിനുള്ളിൽ ഞാൻ ഈ കെട്ടഴിച്ച് കൈ പുറത്തെടുത്തില്ല എങ്കിൽ കെട്ടഴിച്ചു വിടും. ഓക്കെ, ആ തുണി എടുത്ത് വിടർത്തി ഇതിന്റെ പുറത്തുകൂടി ഇട്ടോളൂ. ഓക്കെ, അപ്പോ അതെ, എന്തെങ്കിലും സംഭവിച്ചോ? കൈ പിടിച്ചോ? ഉറപ്പാണ്. ഓക്കെ, നീ ഇത് മേടിച്ചിട്ടൊന്ന് ഈ ഇതൊക്കെ മൂടും. വൈഷ്ണവ് വളരെ കൃത്യമായിട്ട് മൂടണം. ഓക്കെ, ഇത് സ്വർണ്ണ വളയല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ആണോ? ഓക്കെ, ശരി. ഈ കയറിനാണോ കുഴപ്പം? എനിക്കാണോ കുഴപ്പം? ആർക്കാണ് കുഴപ്പം? കയറിന് കുഴപ്പമുണ്ട് എന്ന് പറയുന്ന ഒരാളുടെ സ്ട്രോങ്ങായിട്ടുള്ള കെട്ടാൻ ഉദ്ദേശിക്കുന്ന ആരെന്നുണ്ടെങ്കിൽ പരിശോധന നോക്കുന്നു. കുട്ടി അല്ലെങ്കിൽ ഇപ്പോഴേ നോക്കും. കയറുള്ള കുഴപ്പം അല്ലെങ്കിൽ അവരോട് കാണിച്ചിട്ട് പറയും കുഴപ്പം. ഓക്കെ,
നമ്മുടെ ഒരു ആ വഴിയുടെ തുടക്കം ഇവിടെ കണ്ടച്ച അതിലുണ്ടോ? ചെട്ടുവടിച്ചു ഒന്നരവണ്ടി പാവയ്ക്ക കൊടുത്തോടെ എനിക്ക് വേണം പാവയ്ക്ക എന്റെ അച്ഛന് വേണം പാവയ്ക്ക ഒന്നാവലിക ചെട്ടു മനസ്സിലായി. പറയട്ടെ, പറയട്ടെ. നിങ്ങളൊരു തീപ്പെട്ടി കാണുന്നുണ്ടല്ലേ? തീപ്പെട്ടിക്ക് അല്ലെങ്കിൽ ഒരു ചതുരക്കട്ടയ്ക്ക് എത്ര വശമുണ്ട്? ഒരു ചതുരക്കട്ടയ്ക്ക് എത്ര വശമുണ്ട്? 4 വശം അല്ലേ? ചതുരക്കട്ടയ്ക്ക് 4 വശം. കണ്ണു 4 വശം കാണുന്നത്. നിങ്ങൾ കുട്ടിക്കാലത്ത് പഠിക്കുന്നില്ലേ 3 ഡയമെൻഷൻ, 3 ഡിമെൻഷൻ. ഇതിനെ ചെറുതായി ഒന്ന് ചുരുട്ടിയെടുത്തതിന് ശേഷം ചുരുട്ടിയെടുക്കുക. എന്നിട്ട് എന്താ വേണം? ഒന്ന് മുതൽ അത് അവരൊക്കെ നേരം ഉണ്ടായിരുന്നു നോക്കിയിരിക്കുക. ഇതിങ്ങനെ ചുരുട്ടിയെടുക്കുക അല്ലെ? അതിനുശേഷം ശ്രദ്ധിച്ചിരിക്കണേ, മാതാവ് പോയത്. ഓക്കെ, ഇതിനെ ഇങ്ങനെ ചുരുട്ടിയെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന തീപ്പെട്ടു. എന്നിട്ട് എല്ലാവരും കാണാൻ ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഒളിപ്പിച്ചു കൊടുക്കുക. എല്ലാവരും കാണാൻ വേണം അതിനെ ഒളിപ്പിച്ചു കൊടുക്കുക. എല്ലാവരും കാണേ എല്ലാവരും ഞാനിവിടുത്തെ നമ്മുടെ സാധാരണമാരോട് വിളിച്ചു ചോദിക്കും. എല്ലാവരും കാണാൻ ഇങ്ങനെ വിളിച്ചു വെക്കണം. മണ്ണന്മാരും മണ്ണികൾ വിളിക്കുക. നല്ല ആഗ്രഹം സമ്പന്നയാണ്. അതിനകത്ത് മണ്ണന്മാരെ മണ്ണികളൊന്നും ഒരു ആനയെ അപേക്ഷ മതി, ഒരു അതിശുദ്ധയെ അപേക്ഷ ശ്രദ്ധിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിനെല്ലാം നിങ്ങൾ എന്തുണ്ട്? പ്രാർത്ഥിക്കാറുണ്ടോ? എന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? ഉണ്ടോ? പരീക്ഷ എഴുതുന്നത് പഠിച്ചെങ്കിലേ രക്ഷയുള്ളൂ. ഞാൻ ബാധിച്ചു, ദൈവം ബാധിച്ചു. കഷ്ടമാണ്. ഇതെടുത്തെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആഗ്രഹത്തെ നിങ്ങൾ തിരിച്ചറിയുന്നു. അന്നേ നിങ്ങൾ മനുഷ്യരാകൂ. മറ്റുള്ളവർ മനുഷ്യരെ സ്നേഹിക്കാൻ ഭൂമിയിലൂടെ നടക്കാൻ ഇത് നമ്മുടെ ഐക്യത്തിന്റെയും ഭാവനകളുടെയും ഒക്കെ പ്രതീകവുമായിരുന്നു. അത് ഒരു ഗവർണർ വിചാരിച്ചതോ വേറൊരാൾ വിചാരിച്ചതോ മാറ്റാൻ കഴിയുന്ന അതിനെ എന്ത് വില കൊടുത്തും നേരിടുന്ന ഒരു സാഹചര്യം വളർന്നു വരിക തന്നെ ചെയ്യും. അതിന്റെ ആർക്കും കെട്ടുപിടിക്കാൻ സാധിക്കുമോ? അത് അങ്ങനെ തന്നെ നിൽക്കും. കാരണം അതിന്റെ ഭരണഘടന അത്തരത്തിലൊരു കരുത്തുമാകുന്നു. നമ്മുടെ നിർമ്മാണത്തിലുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യമാണ്. ആ തലച്ചോറ് പ്രചരണത്തിനായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാർ നമ്മളെ ഒരു കരുത്തുറ്റ ഭരണ സംവിധാനം നമുക്കുണ്ട്, ഒരു ഭരണഘടനയുണ്ട്. അങ്ങനെ ഞാൻ ഇന്ത്യൻ പൗരനാണെന്ന് പറയാനുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകും. അപ്പോഴാണ് നമ്മൾ മനുഷ്യൻ. നിങ്ങൾ ഉന്നത വിജയം സ്വപ്നം കാണുന്നവരാണോ? സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയ ഇന്റൻസീവ് കോച്ചിംഗ് ക്ലാസുകളിൽ ചേരൂ. SSLC +2 മെഗാ ഇന്റൻസീവ് കോച്ചിംഗ് ക്ലാസുകൾ വേണൂസിൽ ആരംഭിച്ചിരിക്കുന്നു. +1 9-8 ക്ലാസുകളിലെ സെർവൻ ക്ലാസുകൾ, നൈറ്റ് ക്ലാസ്, ഹോസ്റ്റൽ ക്ലാസ് എന്നിവയും ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ എഞ്ചിനീയറിംഗ് ക്രാഷ് കോച്ചിംഗ് 2025 ഏപ്രിൽ 2 ആരംഭിക്കുന്നു. +2 പ്രാക്ടിക്കൽ ക്ലാസുകൾ 2025 ഏപ്രിൽ 1 ആരംഭിക്കുന്നതാണ്. നിങ്ങളുടെ വിജയം ഇനി വേണൂസിലൂടെ സ്വന്തമാക്കാം. നമ്പർ 1 റിസൾട്ട് ഇൻ ദ സ്റ്റേറ്റ്. വേണൂസ് കോളേജ്, കുണ്ടറ, ഇളമ്പള്ളൂർ, കുഴുമതിക്കാട്, ചൊവ്വള്ളൂർ. നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാകുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ പുറത്തിറങ്ങിയിട്ടുള്ള 18 ഹ്രസ്വ ചിത്രങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ്. 6 മുതൽ ഞാൻ വരെയുള്ള സിനിമകളാണ് യൂട്യൂബിലുള്ളത്. പക്ഷേ ഇന്ന് രാവിലെ മറ്റൊരു പഴയ സിനിമ വീണ്ടും നിങ്ങൾ എല്ലാവർക്കും സുഹൃത്തുക്കൾക്കൊക്കെ അത് അയച്ചു കൊടുത്തിട്ടുണ്ട്. കർമ്മയെന്നാണ് ആ സിനിമയുടെ പേര്. പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പ്രമേയം ചർച്ച ചെയ്യുന്ന സിനിമയാണ്. വളരെ ലഘുചിത്രമാണ്, 10 മിനിറ്റ് താഴെയുള്ള ഒരു ചിത്രമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ
ആ സിനിമ ഒന്ന് കാണുകയും യൂട്യൂബിൽ കയറി കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. വീണ്ടും നമുക്ക് പരസ്പരം നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ നാളെ രാത്രി കാണാം. അതുവരെ നാട്ടുകുട്ടിൻ്റെ സ്നേഹം, ആദരം.